അല്ലെങ്കിൽ പാടി നോക്കാം. കൊള്ളാൻ കിട്ടാതെ. എന്റെ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ, നിന്റെ ഓർമ്മകൾ. കൊള്ളാൻ കിട്ടാതെ, അല്ലെങ്കിൽ വേണ്ട. തൂക്ക് തൂക്ക്. ആരും അറിയില്ല മല്ലയ്യ. ചില സിനിമകളിൽ നമ്മളെ ഞെട്ടിക്കുന്ന ചില പുതുമുഖങ്ങളുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിക്കും, ഇയാൾ കുറച്ചു കാലം ഇവിടെ കാണും. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ച പലരും ആദ്യ സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത 1-2 സിനിമകൾക്ക് ശേഷം അപ്രത്യക്ഷരായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നേക്കാം. എന്നാൽ അതിലും വലുതാണ് ശരിക്കുമുള്ള ലിസ്റ്റ്. ഇതിനൊരു അന്ത്യമില്ലേ? അത്തരത്തിൽ ഒറ്റ സിനിമയിലൂടെ നമ്മളിൽ പലരുടെയും ക്രഷായി മാറിയ, നമുക്കൊക്കെ ഇഷ്ടം തോന്നിയ ചില നായികമാർ, പിന്നീട് പെട്ടെന്നങ്ങ് സിനിമയിൽ നിന്ന് അപ്രത്യക്ഷരായ നായികമാർ, അവരെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. നമ്പർ 1, അഖില ശശിധരൻ. ഏഷ്യാനെറ്റിലെ മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ എന്ന റിയാലിറ്റി ഷോയുടെ അവതാരികയായിട്ട് മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് വന്ന അഖില, മിനി സ്ക്രീനിലൂടെ ഞാൻ ഉൾപ്പെടെ ഒത്തിരി 90s കിഡ്സിന്റെ ചൈൽഡ്ഹുഡ് ക്രഷായി മാറിയ അഖില. എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടിട്ടല്ലോ. വളരെ പോപ്പുലറായി നിന്ന സമയത്ത് തന്നെയായിരുന്നു അഖിലയുടെ സിനിമ എൻട്രിയും. ഉദയകൃഷ്ണ സിബി കെ തോമസ് ഹിറ്റ് കോംബോയുടെ തിരക്കഥയിൽ തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ദിലീപിന്റെ 100ാം ചിത്രം കാര്യസ്ഥനിൽ ദിലീപിന്റെ 100ാമത്തെ നായികയായി, 100ാമത്തെ നായികയൊന്നുമല്ല എന്നാലും 100ാമത്തെ സിനിമയിലെ നായികയായി അഖില ശശിധരൻ മലയാള സിനിമയിൽ അരങ്ങേറി. കാര്യസ്ഥനിലെ ശ്രീബാലയായി മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് അഖില തന്റെ ആദ്യ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ദിലീപേട്ടനും മധുസാറും ജി കെ പിള്ള സാറും ഒക്കെ ഉണ്ടായിരുന്ന അമ്പലത്തിൽ വെച്ചുള്ള സീനിൽ ക്ഷേത്രത്തിന് ചുറ്റും തൊഴുതുകൊണ്ട് നടക്കുമ്പോൾ ദിലീപേട്ടനെ നോക്കുന്ന ആ ഒരു നോട്ടവും, തുടർന്ന് വരുന്ന മലയാളി പെണ്ണ് എന്ന പാട്ടും ഇപ്പൊ ഓർക്കുമ്പോൾ പോലും ഒരു കുളിരാണ്. ഇത്രയൊക്കെ സൗന്ദര്യം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയായ തേജാഭായ് ആൻഡ് ഫാമിലിയിൽ പൃഥ്വിരാജിന്റെ പേരായി വന്നപ്പോഴും അഖില തന്റെ റോളിൽ തിളങ്ങിയിരുന്നു. ഈ 2 സിനിമകളും ഒരളവിൽ കൂടുതൽ നായിക പ്രാധാന്യമുള്ള സിനിമകൾ അല്ലായിരുന്നുവെങ്കിലും മുന്നോട്ടുള്ള പോക്കിൽ അഖിലയെ അത്തരത്തിലുള്ള സിനിമകളിൽ കൂടി കാണാൻ കഴിയുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ആ 2 സിനിമകൾക്ക് ശേഷം അഖിലയെ പിന്നീട് ഇതേവരെ മറ്റൊരു സിനിമയിലും കണ്ടിട്ടില്ല. പിന്നീട് 5 വർഷക്കാലത്തോളം ബോംബെയിൽ കഥക് പഠിച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അഖില. അനുയോജ്യമായ കഥയും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെയ്യും. സിനിമ എന്ന മീഡിയത്തോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ടെന്ന് ഈ അടുത്തൊരു ഇന്റർവ്യൂവിലും അഖില പറയുകയുണ്ടായി. സാഹചര്യങ്ങൾ ഒത്തുവരുന്ന ഒരു നമ്മൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അന്ന് മലയാള സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇനി വല്ല തിക്താനുഭവവും ഉണ്ടായി ഫീൽഡ് വിട്ടതാണോ പുള്ളിക്കാരി? എന്തോ എന്തായാലും മലയാളി പെണ്ണ് എന്ന പാട്ടും പ്രണയനിലായും പോലെ 2 മനോഹരമായ ഗാനങ്ങൾ എപ്പോ കേട്ടാലും നമ്മൾ ഓർക്കുക അഖിലയായിരിക്കും. മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം സുഗന്ധിയാം സുവർണ സന്ധ്യയിൽ. 2, മറിയ റോയ്. ഈ പേര് പലർക്കും അറിയില്ലായിരിക്കും, പക്ഷേ ആളെ നിങ്ങൾക്കറിയാം. നോട്ട്ബുക്ക് എന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിലെ നായിക മറിയ റോയ്. ഈ സിനിമയിലെ കൗമാരക്കാരിയായ ശ്രീദേവി എന്ന കഥാപാത്രം നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച മറിയ റോയ് എന്ന നടിയെയും നമ്മൾ അത്ര പെട്ടെന്ന് മറക്കില്ല. അത്ര മികവോടെയാണ് ആദ്യ സിനിമയിൽ തന്നെ അവർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഹൃദയവും ഹൃദയവും ആ പാട്ട് അത്ര വേണ്ടല്ലേ. ഹൃദയവും മരിയയുടെ ആ ചുരുണ്ട മുടി, യൂണിഫോമിലുള്ള ആ ലുക്ക്, എന്നാ പറ്റിയേ? ആ ഒറ്റ പാട്ടിലൂടെ തന്നെ ഒത്തിരി പേരുടെ ക്രഷായി മാറി മരിയ. പക്ഷേ ആ ആദ്യ ചിത്രത്തിന് ശേഷം മരിയ പെട്ടെന്ന് മലയാള സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയായി. പിന്നീട് ബുള്ളറ്റ് എന്ന സുരേഷ് ഗോപി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും 2013 വന്ന ഹോട്ടൽ കാലിഫോർണിയ എന്ന പടത്തിലാണ് കുറെ കൂടി ശ്രദ്ധേയമായ ഒരു കഥാപാത്രം മറിയ റോയ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഏതാണ്ട് 7 വർഷങ്ങൾക്ക് ശേഷം. നോട്ട്ബുക്കിൽ പ്രസവം ഒഴിവാക്കാൻ ശ്രമിച്ച കഥാപാത്രമായിരുന്നെങ്കിൽ ഇത്തവണ ഹോട്ടൽ കാലിഫോർണിയയിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി പ്രസവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു മരിയ എത്തിയത്. ഇനിയും ഒട്ടേറെ സിനിമകളിൽ പ്രത്യക്ഷപ്പെടാൻ തക്ക ഒരു സ്പാർക്ക്
മരിയയിലുണ്ടായിരുന്നു, ഇല്ലേ? നോട്ട്ബുക്ക് എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ അവരത് തെളിയിച്ചതുമാണ്. എങ്കിലും പിന്നീട് അവരുടേതായ ഒരു ചിത്രവും വന്നിട്ടില്ല. ഈ നോട്ട്ബുക്കില് മറിയ റോയുടെ കൂട്ടുകാരികളുടെ വേഷം അവതരിപ്പിച്ച് വന്ന റോമ നോട്ട്ബുക്കിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ താര നായികയായി മാറി. മറ്റൊരു കൂട്ടുകാരിയായിട്ട് വന്ന പാർവതി പിന്നീട് പതിയെ ഒരു മികച്ച നടിയായിട്ട് പേരെടുത്തു. പക്ഷേ മരിയ റോയ് അപ്രത്യക്ഷയായി. പുള്ളിക്കാരിയെ പറ്റി അധികം ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ബുക്കർ പ്രൈസ് വിന്നറായ അരുന്ധതി റോയുടെ അനന്തരവൾ കൂടിയാണ് ഈ മരിയ റോയ്. 3. ഗിരിജ ഷെട്ടാർ. വന്ദനത്തിലെ ഗാഥയ്ക്ക് ഞാൻ അധികം ഇൻട്രഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വന്ദനം ഇറങ്ങിയ അതേ വർഷം തന്നെയായിരുന്നു ഗിരിജയുടെ ആദ്യ ചിത്രമായ ഗീതാഞ്ജലി പുറത്തു വന്നത്. മികച്ച നടിക്കുള്ള തെലുങ്ക് ഫിലിം ഫെയർ അവാർഡ് ഗീതാഞ്ജലിയിലൂടെ ഗിരിജ ഷെട്ടാർ നേടി. പിന്നീട് വന്ന വന്ദനം തിയേറ്ററുകളിൽ വലിയൊരു വിജയമായില്ലെങ്കിലും പിൽക്കാലത്ത് തരംഗമായി മാറുകയായിരുന്നു. അതേ വർഷം തന്നെ ലാലേട്ടന്റെ നായികയായി ധനുഷ്കോടി എന്ന പ്രിയദർശൻ ചിത്രത്തിലും ഗിരിജയെ കാസ്റ്റ് ചെയ്തിരുന്നു. എങ്കിലും ഈ സിനിമ പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇതേപോലെ ലാലേട്ടന്റെ ഉപേക്ഷിക്കപ്പെട്ട ചില സിനിമകളെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ധനുഷ്കോടിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം ലിങ്ക്. ആമിർ ഖാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജോ ജീത്ത വഹി സിക്കന്ദറിൽ നായികയായി കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഗിരിജ. പക്ഷേ ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം മറ്റൊരു സിനിമയുമായി ഡേറ്റ് ക്ലാഷ് വന്നതുകൊണ്ട് ആ വേഷം ഗിരിജ ഉപേക്ഷിച്ചു. ഗിരിജയ്ക്ക് പകരക്കാരിയായി വന്ന അയേഷ ജുൽക്ക ആ റോളിന് ഫിലിം ഫെയർ അവാർഡ് നേടുകയും അവരങ്ങ് കയറി സ്റ്റാർ ആവുകയും ചെയ്തു. പിന്നീട് ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ഗിരിജയുടെ ഒരേ ഒരു സിനിമയാണ് വന്ദനം. മാത്രമല്ല അത്രയും പ്രാധാന്യമുള്ള മറ്റൊരു റോളും അവരെ തേടി മറ്റു ഭാഷകളിൽ നിന്ന് പോലും എത്തിയതുമില്ല. ഒറ്റ സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ഇന്നും നമ്മൾ പറയും സ്റ്റിൽ ഐ ലവ് യു. 4. ദീപ നായർ. ഒരു സമയത്ത് നമ്മുടെ ചാക്കോച്ചന്റെ നായികമാരായി ഈ സിനിമയിൽ വരുന്ന നായികമാരൊക്കെ ഇൻസ്റ്റന്റ് ആയി തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു നടിയായിരുന്നു ദീപ. പേര് പറഞ്ഞാൽ ചിലപ്പോ പിടികിട്ടില്ലായിരിക്കും അല്ലേ, പക്ഷേ ഈ പാട്ട് കേട്ടാൽ പിടികിട്ടും. പ്രിയം എന്ന സിനിമയിലെ ആനി ഇന്നും സൂര്യ ടിവിയിൽ വന്നാൽ യാതൊരു മടുപ്പ് കൂടാതെ നമ്മൾ മുഴുവൻ ഇരുന്ന് കാണുന്ന ഒരു സിനിമയാണ് പ്രിയം. ആദ്യ സിനിമയാണെന്ന് ഒരു തരത്തിലും പറയാത്ത രീതിയിലായിരുന്നു ദീപയുടെ പ്രകടനം ഈ സിനിമയിൽ. കോമഡിക്ക് കോമഡി, ഇമോഷൻസിന് ഇമോഷൻ, റൊമാൻസിന് റൊമാൻസ്, അങ്ങനെ എല്ലാം പുള്ളിക്കാരി കിട്ടുവായി തന്നെ ചെയ്തു. ആദ്യത്തെ സിനിമയാണെന്ന് ഒറ്റ ഏരിയയിൽ പോലും നമുക്ക് ഫീൽ ചെയ്യൂല, അത്രയും മികച്ച പ്രകടനം. പിന്നെ ഒടുക്കത്തെ ക്യൂട്ട്നെസ്സും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട്, എന്ത് രസമാണ് കാണാൻ. പിന്നെ ആ സമയത്ത് മറ്റൊരു നായികയ്ക്ക് SSLC പരീക്ഷയായിരുന്നത് കൊണ്ട് അവര് ഈ സിനിമയിൽ നിന്ന് പിന്മാറിയപ്പോ ആ ഗ്യാപ്പില് പെട്ടെന്നാണ് ദീപ ഈ റോളിലേക്ക്, ഈ സിനിമയിലേക്ക് വരുന്നത്. അതെന്തായാലും നന്നായി അല്ലേ. അന്ന് SSLC പരീക്ഷ എഴുതാൻ പോയ ആ നായിക ആരാണെന്ന് അറിയാമോ? വേറെ ആരുമല്ല, നമ്മുടെ കാവ്യ മാധവൻ. അന്ന് മാഗസിനുകളൊക്കെ ദീപയുടെ ഫോട്ടോ കവറാക്കാൻ മത്സരിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മനോരമ വീക്കിലിയുടെ കവറായി ദീപയുടെ ഫോട്ടോ വന്നപ്പോൾ ആ കോപ്പി നല്ല രീതിയിൽ വിറ്റുപോയിട്ടുണ്ടത്രേ. സ്വാഭാവികമായും അവർക്ക് കൂടുതൽ അവസരങ്ങളും വന്നിട്ടുണ്ടാകണം. യൂട്യൂബിൽ പ്രിയം സിനിമയുടെയും അതിലെ പാട്ടുകളുടെയും കമന്റ് സെക്ഷനിൽ നോക്കിയാൽ കാണാൻ കഴിയും ഈ നടി ഇപ്പോൾ എവിടെയാണെന്നുള്ള കമന്റുകൾ. ചിലപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ ദീപ പോലും കരുതിയിട്ടുണ്ടാവില്ല നാളെ നമ്മളെയൊക്കെ പ്രേക്ഷകർ ഇങ്ങനെ ഓർത്തിരിക്കുമെന്നും മിസ് ചെയ്യുമെന്നും ഒക്കെ അല്ലേ. എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദീപ പ്രിയത്തിൽ അരങ്ങേറിയത്. അത് കഴിഞ്ഞ് അവർ പഠനത്തിലേക്ക് തന്നെ മടങ്ങി. പിന്നീട് ഇൻഫോസിസിൽ ജോലിക്ക് പ്രവേശിച്ചു. വിവാഹശേഷം ഇപ്പോ മെൽബണിലാണ് ദീപ. ഒരു തിരിച്ചുവരവിനുള്ള ബാല്യം ദീപയിലുണ്ട് ഇല്ലേ. ഇനി നമ്മുടെ ലാലേട്ടന്റെ നായികയായി ഒരു അമേരിക്കൻ സിറ്റിസൺ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ഏതാണെന്നറിയോ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ആരായിരിക്കും അമേരിക്കൻ സിറ്റിസണായ ആ നായിക? അതും ലാലേട്ടന്റെ കൂടെ മലയാളം സിനിമയിൽ അഭിനയിച്ച ആ അമേരിക്കൻ നായിക. ഒരൊറ്റ സിനിമയിലൂടെ, ഒരൊറ്റ പാട്ടിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നായിക പാർവതി മിൽട്ടൺ. ഹലോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ ലാലേട്ടന്റെ നായികയായി മലയാളത്തിൽ അരങ്ങേറിയ നടി പാർവതി മിൽട്ടൺ. ചെല്ലത്താമരെ, കടുകിട്ട് വറുത്തൊരു മഴവില്ലിൻ തുടങ്ങി സൂപ്പർ ഹിറ്റ് പാട്ടുകളിലൊക്കെ കിഡുവായി ഡാൻസ് ചെയ്തും ലാലേട്ടനോടൊപ്പം കോമഡി ചെയ്തുമൊക്കെ പാർവതി നമ്മുടെ ഇഷ്ടം പിടിച്ചുപറ്റി. ഹലോയ്ക്ക് ശേഷം മലയാളം മാഗസിനുകളും വാരികകളും ഒക്കെ പാർവതി മിൽട്ടൺ എന്ന നടിയെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. നമ്മളിൽ പലരും പക്ഷേ പാർവതി മിൽട്ടണെ പിന്നീട് കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ഹലോ സിനിമയ്ക്ക് ശേഷം വന്ന
ചില ഫോട്ടോഷൂട്ടുകളിലൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ പിക്കൊക്കെ പണ്ടത്തെ നോക്കിയ MMS ഫോണുകളിൽ തരംഗം സൃഷ്ടിച്ചൊരു പിക്ക് തന്നെയായിരുന്നു. തെലുങ്കിൽ വലിയ വിജയമായ വെന്നല എന്ന ചിത്രത്തിന് ശേഷം അവസരങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പാർവതിക്ക് ഉണ്ടായത്. കൂടുതൽ അവസരങ്ങൾ മലയാളത്തിൽ വന്നിട്ടും പാർവതി ശ്രദ്ധ കൊടുത്തത് തെലുങ്ക് സിനിമകളിലാണ്. ഹലോ വന്ന അതേ വർഷം ഇറങ്ങിയ ലാലേട്ടന്റെ തന്നെ ഫ്ലാഷിൽ ഒരു ക്യാമിയോ റോളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് നമ്മൾ മലയാളികൾ ഒരുപക്ഷെ പാർവതിയെ കണ്ടത് തെലുങ്കിൽ മഹേഷ് ബാബുവിന്റെ ദുക്കുഡു എന്ന ചിത്രത്തിൽ പൂവേ പൂവേ എന്ന ഗാനത്തിൽ പാർവതി ചെയ്ത ഐറ്റം നമ്പർ ആയിരിക്കും. നമ്മുടെ ബാലയ്യകാരുവിന്റെ നായികയായും പാർവതി മിൽട്ടൺ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തോ മലയാളത്തിൽ പിന്നീട് പാർവതി നായികയായിട്ട് സിനിമകളൊന്നും വന്നില്ല. എന്ത് പറ്റിയാണോ എന്തോ. നല്ല കുട്ടിയായിരുന്നു അല്ലേ. 6 പ്രിയ ഗിൽ. മേഘം സിനിമയിലെ മീനാക്ഷി എന്ന കഥാപാത്രം ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? എങ്ങനെ മറക്കാൻ. ഒരു ടിപ്പിക്കൽ 90s പക്കാവാടി റോൾ ആയിരിക്കുമെന്ന് തോന്നിച്ചെങ്കിലും ദിലീപുമായുള്ള കോമ്പിനേഷൻ സീനുകളും ഇമോഷണൽ സീനുകളിലെ മികവും മീനാക്ഷിയെ വേറിട്ട് നിർത്തി. അത് അവതരിപ്പിച്ച നടി പ്രിയ ഗിൽ. ശരിക്കും ഇതൊരു മലയാള നടിയാണോ എന്ന് പോലും നമ്മളിൽ പലരും സംശയിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും ഇതൊരു മലയാള നടിയാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും മലയാളത്തിൽ അവർ പിന്നീട് ഒരു സിനിമയും ചെയ്തില്ല. പിന്നെ പുള്ളിക്കാരുടെ കളികളൊക്കെ അങ്ങ് ബോളിവുഡിൽ. സാക്ഷാൽ ഷാരൂഖ് ഖാന്റെ കൂടെ ജോഷ്, തമിഴിൽ AK അജിത്തിന്റെ കൂടെ റെഡ്. അങ്ങനെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായി നിരവധി സിനിമകൾ. അവയിലൊക്കെ നല്ല പ്രകടനവും അവർ കാഴ്ചവെച്ചു. പക്ഷെ ഇതിൽ പലതും വലിയ വിജയമൊന്നും ആയില്ല. 2006 പ്രിയ ഗിൽ അവസാനമായിട്ട് ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. തുമ്പയും തുളസിയും വിളക്ക് വയ്ക്കും മുന്നിൽ തൂവിയ സിന്ദൂരം പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിയും പ്രിയ ഗില്ലിന്റെ മുഖം. എൻ്റെ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ, നിന്റെ ഓർമ്മകൾ. വിളക്കു വയ്ക്കും പിന്നിൽ തൂവിയ സിന്ദൂരം. 7 കാഞ്ചൻ. ഗാന്ധർവം എന്ന സിനിമയിൽ ലാലേട്ടന്റെ നായികയായി അഭിനയിച്ച കാഞ്ചൻ. ആ സിനിമയും പിന്നെ നെഞ്ചിൽ കഞ്ചമാണം, മാലിനിയുടെ തീരങ്ങൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലും ലാലേട്ടന്റെ കൂടെ ഡാൻസ് ചെയ്ത് അക്കാലത്ത് യുവാക്കളുടെ ഹരമായി മാറിയ നടിയായിരുന്നു കാഞ്ചൻ. ആ ഹെയർ സ്റ്റൈൽ, ആ നടത്തം, ആ സ്റ്റൈൽ, ആ ക്യൂട്ട്നെസ്, ഓഫ് എന്തൊരു ലുക്കായിരുന്നു. പിന്നെ ഗാന്ധർവത്തിലെ ആ ഐക്കോണിക് BGM. പിന്നീട് മലയാളത്തിലെ ഒരു സിനിമയും അവർ ചെയ്തിട്ടില്ലെങ്കിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെയായി കുറേ സിനിമകളിൽ കാഞ്ചൻ അഭിനയിച്ചിരുന്നു. ഹിന്ദിയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ ഇപ്പോഴും ഒരു കൾട്ട് ഫാൻ ബേസ് ഉള്ള ഗോവിന്ദ ചിത്രം കൂലി നമ്പർ 1 വന്നതോടെ കാഞ്ചന്റെ റേഞ്ച് തന്നെ മാറി. ബോളിവുഡിലെ സൂപ്പർ താരം ശ്രീദേവിക്ക് വരെ മത്സരം ഉണ്ടാക്കുന്ന ഒരു നടിയായി മാറും ഇവർ എന്നൊക്കെ അന്നത്തെ ബോളിവുഡ് മാധ്യമങ്ങൾ കാഞ്ചനെ വിശേഷിപ്പിച്ചിരുന്നു. തെറ്റു പറയാൻ പറ്റൂല അല്ലേ. അക്ഷയ് കുമാർ, അജിത് കുമാർ, സൽമാൻ ഖാൻ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ നായികയായി കാഞ്ചൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടായില്ല. 2000s ഒക്കെ ആയപ്പോഴേക്കും കാഞ്ചൻ പൂർണ്ണമായിട്ടും സിനിമ തന്നെ വിട്ടു. ഇപ്പൊ എവിടെയാണോ. 8 ശ്രുതിക അർജുൻ. സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന രാജസേനൻ ചിത്രത്തിൽ സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ എന്നിവരോടൊപ്പം മറ്റൊരു പ്രധാന കഥാപാത്രമായ അമ്മുവിനെ അവതരിപ്പിച്ച നടിയായിരുന്നു ശ്രുതിക. തെറ്റില്ലാത്ത പ്രകടനമായിരുന്നു അവരുടേതെങ്കിലും സിനിമ മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെടാത്തത് മൂലമാവാം പിന്നീട് ഒരു മലയാള സിനിമയിലും അവരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ വർഷം തന്നെ ഇറങ്ങിയ മറ്റൊരു തമിഴ് ചിത്രത്തിന് ശേഷം ശ്രുതികയെ പിന്നെ വേറൊരു സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ TV-യിൽ ആള് കയറി അങ്ങ് സ്റ്റാറായി. സൽമാൻ ഖാൻ അവതാരകനായ ബിഗ് ബോസ് ഹിന്ദിയിലെ 18ാം സീസണിൽ ക്യൂട്ട്നെസ് കൊണ്ടും ഗെയിം കൊണ്ടും സ്റ്റാർ മത്സരാർത്ഥിയായിരുന്നു ശ്രുതിക. പുള്ളിക്കാരുടെ കുറെ അടിപൊളി ബിഗ് ബോസ് ക്ലിപ്പിങ്ങുകൾ യൂട്യൂബിലുണ്ട് കേട്ടോ. 96ാം ദിവസമാണ് അവര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത്. കൂടാതെ കുക്ക് വിത്ത് കോമാളി, കലക്കപ്പവതിയാർ എന്നിങ്ങനെ പല റിയാലിറ്റി ഷോകളിലും ശ്രുതിക ഭാഗമായിരുന്നു. ഒരു ക്യൂട്ട് കുട്ടി തന്നെയായിരുന്നു. ആണ് റിയാസൻ. പേര് കേട്ടാൽ ചിലപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലും അനന്തഭദ്രം എന്ന സിനിമയിലെ തിരനുരയും ഈ പാട്ട് മാത്രം കേട്ടാൽ മതി റിയാസന്റെ മുഖം നമ്മുടെ ഓർമ്മയിൽ തെളിയും. ദിഗംബരനാൽ ആത്മാവ് മോഷ്ടിക്കപ്പെട്ട ഭാമ എന്ന കഥാപാത്രം. അതിനുവേണ്ടി സംവിധായകൻ സന്തോഷ് ശിവൻ കാസ്റ്റ് ചെയ്ത റിയാസനാകട്ടെ ട്രഡീഷണൽ രീതികളിൽ നിന്നും മാറിയുള്ള ഒരു സുന്ദരി രൂപം. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. റിയാസൻ മലയാളത്തിൽ മാത്രമാണ് പിന്നീട് അഭിനയിക്കാതിരുന്നത് കേട്ടോ. ഹിന്ദി, തെലുങ്ക്, തമിഴ്, ഒഡിയ ഭാഷകളിൽ പിന്നീട് ഒട്ടേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തിടെ ട്രോൾ തരംഗം സൃഷ്ടിച്ച നാടനിയാൻ എന്ന ചിത്രത്തിലും റിയാസൻ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ STRന്റെ കൂടെ ഒരു പടത്തിലൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരി. അടിപൊളിയാണ്. സുചിത്ര കൃഷ്ണമൂർത്തി. ഷാജി കൈലാസിന്റെ പതിവ് ആക്ഷൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി വന്ന ഏതാനും ചില സിനിമകളിൽ ഒന്നാണ് നമ്മുടെ ജയറാമേട്ടൻ നായകനായ, പേടിക്കണ്ട, ജിഞ്ചറും മദിരാശിയും ഒന്നുമല്ല, കിലുക്കാൻ പെട്ടി. പേടിക്കണ്ട, ഓലപ്പടക്ക.
തോക്കല്ല. ഈ സിനിമയിലെ ജയറാം, ജഗതി, ഇന്നസെന്റ് കോമഡി സീനുകളിലൊക്കെ അവരുടെ കൂടെ പിടിച്ചു നിന്നത് തന്നെ മതിയാകും പുതുമുഖമായ സുചിത്ര കൃഷ്ണമൂർത്തിയെ അടയാളപ്പെടുത്താൻ. തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ റീമേക്ക് ചെയ്യപ്പെട്ട ഈ ചിത്രത്തിൽ നായികാവേഷം ചെയ്തത് സുചിത്ര കൃഷ്ണമൂർത്തിയായിരുന്നു. തൻ്റെ ഈ ആദ്യ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടും പിന്നീട് മലയാളത്തിലേക്ക് അവർ തിരിച്ചു വന്നില്ല. ഹിന്ദിയിൽ പിൽക്കാലത്ത് കുറെ സിനിമകൾ ചെയ്തിരുന്നുവെങ്കിലും കാര്യമായ വിജയങ്ങളൊന്നും അവരെ തേടി വന്നില്ല. അധികമാർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗായിക കൂടിയാണ് കേട്ടോ സുചിത്ര. ഇനി കുറച്ച് പഴയ കാലത്തേക്കാണ്. കാരണം ഈ എപ്പിസോഡിന് വേണ്ടി റിസർച്ച് നടത്തിയപ്പോൾ ഒരു പഴയ നടിയെ പറ്റിയും അവരഭിനയിച്ച ഒരേ ഒരു മലയാള സിനിമയെ പറ്റിയും അറിഞ്ഞപ്പോൾ അത് ഇതിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം സംഭവം ഇരിക്കും. ബോളിവുഡിലെ ഒരു സൂപ്പർ നായിക മലയാളത്തിൽ അഭിനയിച്ച ചിത്രം തളിരിട്ട കിനാക്കൾ. നൂർ മഹാൽ, ഡ്രീം ഗേൾ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ബോളിവുഡ് നായിക മധു മാലിനി. പുള്ളിക്കാരിയുടെ ശരിക്കുള്ള പേര് റുക്സാന എന്നായിരുന്നുവെങ്കിലും ഹേമമാലിനി തരംഗം നിലനിന്നിരുന്ന സമയമായതുകൊണ്ടും അവരുമായുള്ള ഒരു മുഖച്ഛായ കാരണവും റുക്സാന എന്ന പേര് മാറ്റി മധു മാലിനി എന്നാക്കി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ നടിമാരും ഒരു സിനിമയിൽ അല്ലെങ്കിൽ 2 സിനിമയിൽ അഭിനയിച്ചിട്ട് ഇൻഡസ്ട്രി വിട്ടു പോയവരാണ്. പക്ഷേ ഇവിടെ മധു മാലിനി ഇൻഡസ്ട്രി വിട്ടല്ല പോയത്, ഈ ലോകത്തുനിന്ന് തന്നെ പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു. തളിരിട്ട കിനാക്കൾ എന്ന സിനിമയ്ക്ക് ശേഷം മധുമാലിനി പിന്നീട് അരയന്നം, ചോര, ചുവന്ന ചോര എന്നീ മലയാളം പടങ്ങളിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ തൻ്റെ 34-ാം വയസ്സിൽ മധുമാലിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മുംബൈയിലെ തൻ്റെ ഫ്ളാറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകമാണെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും, സംശയമൊന്നുമല്ല ഏറെക്കുറെ ഉറപ്പായിരുന്നെങ്കിലും, ഇതുവരെയും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ് മധുമാലിനിയുടെ മരണം. ആരാണ് കൊന്നതെന്നോ എങ്ങനെയാണ് മരിച്ചതെന്നോ ഇന്നും ആർക്കും അറിയില്ല. ഒരുപാട് അഭ്യൂഹങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ പോലീസ് എന്നേക്കുമായി ഈ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തല്ലേ, തിളങ്ങി നിന്നിരുന്ന ഒരു നായിക പെട്ടെന്നൊരു ദിവസം അവരുടെ അപ്പാർട്ട്മെന്റിൽ മരിച്ചു കിടക്കുന്നു. എന്ത്, എങ്ങനെ, എന്തിന് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ലാതെ ഇന്നും ദുരൂഹമായി തുടരുന്ന മരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒറ്റ സിനിമയിൽ അഭിനയിച്ച് അല്ലെങ്കിൽ കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ച് നമ്മളെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞ ക്യൂട്ടായ ചില നായികമാർ. ഇതിനിടയിൽ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റി കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ഓക്കെ.